താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെ കോടതിയിൽ ഹാജരാക്കി. എറണാകുളം സിജെഎം കോടതിയിലാണ് ഹാജരാക്കിയത്. ലേബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ. ലേബി, ഇവരുടെ വീടുകളിൽ നിന്നും ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഈ 4 ഉദ്യോഗസ്ഥരും അവരെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? താനൂർ കസ്റ്റഡി കൊലക്കേസിലെ 4 ഉദ്യോഗസ്ഥരെയാണ് ഇന്നിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. സീനിയർ CPO ഉൾപ്പെടെ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതിയായ ജിനേഷ് സീനിയർ CPO ആണ്. രണ്ടാം പ്രതി ആൽബിൻ അഗസ്റ്റിൻ, മൂന്നാം പ്രതി അഭിമന്യു, നാലാം പ്രതി വിപിൻ എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ലേബി, എന്താണ് വിവരങ്ങൾ? വിനിത, 4 പേരെയും അല്പം മുമ്പാണ് എറണാകുളം CJM കോടതിയിലേക്ക് എത്തിച്ചത്. ഇവരെ ആദ്യം എറണാകുളത്തെ CBIയുടെ കേന്ദ്ര ഓഫീസിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നേരെ CJM കോടതിയിൽ കൊണ്ടുവന്ന് 4 പേരെയും ഇവിടെ ഹാജരാക്കുകയാണ് ചെയ്തത്. തീർച്ചയായും CBIയെ സംബന്ധിച്ചിടത്തോളം, CBI അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെയെന്ന് പറയാൻ സാധിക്കും. കാരണം സെപ്റ്റംബർ പാതിയോടെയാണ് CBI ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണം ഏറ്റെടുത്തത്. അതിനുശേഷം അന്വേഷണം കൃത്യമായ രീതിയിൽ പുരോഗമിച്ചു എന്നുള്ളതിന്റെ ആദ്യ ഘട്ടമാണ് ഇന്ന് ഈ 4 പോലീസുകാരെ ഇന്ന് പുലർച്ചെ അവരുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം CBI കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയായിരിക്കും. ഇനി അടുത്ത നടപടിക്രമം ഏതായാലും CBI എത്രത്തോളം നിർണായകമാണ് ഇവരെ ഈ ചോദ്യം ചെയ്യുന്നത്? കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ഉൾപ്പെടെ വെളിപ്പെടേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം നിർണായകമാണ്? കസ്റ്റഡിയിൽ വിടാൻ തന്നെയല്ലേ സാധ്യത? വിനിത, തീർച്ചയായും ഇത് വളരെ നിർണായകം തന്നെയാണ്. ഇവരെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം ഈ 4 പോലീസുകാരിലേക്ക് മാത്രം കേസന്വേഷണം ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൊണ്ട് തന്നെയാണ് CBI അന്വേഷണം നേരത്തെ താമിർ ജിഫ്രിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. അതായത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും വളരെ സുഗമമായി തന്നെ പുരോഗമിക്കുകയായിരുന്നു. 1 മാസവും 10 ദിവസവുമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നീണ്ടു നിന്നത്. ഈ അന്വേഷണം ത്വരിതം ഗതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ താമിർ ജിഫ്രിയുടെ കുടുംബം ഇത്തരം ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നതിന്റെ കാര്യം പോലും ക്രൈംബ്രാഞ്ച് എത്ര കണ്ട് കാര്യക്ഷമമായി അന്വേഷണം കൊണ്ടുപോയാലും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നതിലും അവരെ പ്രതി ചേർക്കുന്നതിനും ക്രൈംബ്രാഞ്ചിന് തടസ്സം ഉണ്ടാകും എന്നുള്ള ഭയം മൂലമാണ് താമിർ ജിഫ്രിയുടെ കുടുംബം ഇത്തരത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോൾ CBI കേസ് അന്വേഷിച്ചതിന് ശേഷം ക്രൈംബ്രാഞ്ചിന്റെ ഫൈൻഡിങ്സ് അതുപോലെ തന്നെ പിന്തുടരുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളാണ് ഇതുവരെ CBI പിന്തുടർന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള കാര്യം തന്നെയാണ് വിനീത സ്വാഭാവികമായും നിർണായകമായി മാറുക.